HF Deluxe 2011 മോഡൽ HF Deluxe 12 മോഡൽ HF Deluxe ആണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 15,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഓ പക്കാ സൗണ്ട് ആണ് വണ്ടി അല്ലേ? നല്ല വണ്ടിയാണ്. വെറും 12,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഓഫറാണ്. 12,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഫോൺ ചെയ്തോണ്ടിരിക്കുക. ചാവി എടുത്തോ, പിടിച്ചോ. നാസർക്ക രണ്ടാമത്തെ അല്ലേ ഇന്നത്തെ? രണ്ടാമത്തെ ഡെലിവറി അല്ലേ? അതെ, രണ്ടാമത്തെ ഡെലിവറി. നാസർക്ക നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ പറയുന്നതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ ദിവസം ഭയങ്കര റീച്ച് ആയിരുന്നു വീഡിയോ. ഓക്കെ. അപ്പോൾ വണ്ടികളുടെ ഫോട്ടോസ് കൊടുത്തൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ബൈക്ക് മാർട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയാമോ? എറണാകുളത്താണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ. മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 550 നമ്പർ പില്ലറിന്റെ ഫ്രണ്ടിലാണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ മെട്രോയുടെ പണിയെടുക്കാണ്. ഇപ്പൊ മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ട് നമ്മുടെ ഷോപ്പ് മെയിൻ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. മറ്റേ എല്ലാം ഇങ്ങനെ ഷീറ്റ് വെച്ച് മറച്ചേക്കണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും റോഡ് സൈഡിൽ തന്നെയാണ് ബസ് പോണത്. മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഇവിടെ ഇപ്പൊ മെട്രോയുടെ പണിയെടുക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് മെട്രോയുടെ പില്ലർ നമ്പർ 550 ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ വണ്ടികളും ഫിനാൻസിലൂടെ വണ്ടി എടുക്കാൻ പറ്റും, ലോണിലൂടെ എടുക്കാൻ പറ്റും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. അപ്പൊ നമുക്കിപ്പോ അധികം ഡോക്യുമെന്റേഷനൊന്നും ആവശ്യമില്ല. ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, പാൻ കാർഡ്, അത്രയും ഭാഗം ഉണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രം മതി. ഒരു ദിവസം കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ട് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ലോൺ കിട്ടും. 1 മണിക്കൂറിനുള്ളിൽ വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റും. അത്ര മതി. ഓക്കെ. ഡൗൺ പേയ്മെന്റ് 5,000 രൂപ വണ്ടി കിട്ടും. ഡൗൺ പേയ്മെന്റ് എല്ലാ വണ്ടികൾക്കും കിട്ടില്ല. ഈ മൈലേജ് വണ്ടികൾ സിറ്റി 100 പ്ലാറ്റിന, അതേപോലെ തന്നെ ഗ്ലാമർ, പാഷൻ പ്രോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5,000 രൂപ. ഈ ബുള്ളറ്റിന് 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. ബുള്ളറ്റിന് ഇപ്പൊ നിലവിൽ ബുള്ളറ്റ് സ്റ്റോക്ക് കുറവാണ്. അപ്പൊ അടുത്ത വീഡിയോയിലാണ് ബുള്ളറ്റുകൾ കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോ തുടങ്ങാം. തന്നെ ഹോണ്ടയുടെ ഷൈൻ ആണ്. ഷൈൻ SP ആണ്. 2023 വണ്ടിയാണ്. നല്ല ഷോറൂം, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2023 ഹോണ്ട ഷൈൻ ആണ്. നമുക്ക് വെറും 68,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 68 രൂപ ഉള്ളൂ. 68,000 രൂപയ്ക്ക് 2023 വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. അതും 2023 ആണ്. നമുക്കും 68 രൂപയാണ്. എല്ലാ 3 വണ്ടികളും 68 ആണ് ഇതിന്റെ വില. 3 SP ഉണ്ട്. 3 SP 125 ഉണ്ട്. അത്യാവശ്യം മൈലേജ് കിട്ടും. SP 125 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 65 മുകളിൽ മൈലേജ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 65 മുകളിൽ മൈലേജ് കിട്ടും. ഏകദേശം ഒരു 15 രൂപ അല്ലെങ്കിൽ 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും എടുക്കാം. 10 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അതാണ് ഉറപ്പാണ്. ഓക്കെ. അടുത്ത് ഹോണ്ട ഷൈൻ SP അല്ല, പിന്നെ ഷൈൻ 125cc ഷൈനാണ്. നല്ല വണ്ടിയാണ്. 2025 8,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വണ്ടി. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി 8,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ വില വെറും 80,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 10 ഡൗൺ പേയ്മെന്റിൽ അടക്കാം. മാസം ഒരു 3,000 രൂപ വെച്ചാൽ മാസം അടവ് വരുള്ളൂ. മാസം 3,000 രൂപ വെച്ചാൽ അടവുണ്ടാവുള്ളൂ. അതെ. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ ഹോണ്ട ഷൈൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലെൻഡർ ആണ്. 2023 സ്പ്ലെൻഡർ ആണ്. നമുക്ക് ഏകദേശം ഒരു 67,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും. ഏകദേശം ഒരു 2,500 വെച്ച് അടവ് വരുള്ളൂ. വീണ്ടും സ്പ്ലെൻഡർ 2022 മോഡലാണ്. 65,000 രൂപ വന്നു. അടുത്ത് 2022. ഇതൊക്കെ 10 രൂപ അടച്ചാൽ ഇതാകുമ്പോൾ 65 രൂപ വരുള്ളൂ. അടുത്തത് പിന്നെ വരുന്നത് ഗ്ലാമർ ആണ്. ഗ്ലാമർ 2021 മോഡൽ ഗ്ലാമർ ആണ്. വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. അടുത്ത ഗ്ലാമർ എന്ന് പറഞ്ഞാൽ 2024 ഗ്ലാമറാണ്. പുതിയ വണ്ടി, മൊത്തം വണ്ടി നമുക്ക് ഏകദേശം 72,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. പിന്നെ നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതും കാണിക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്. നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഇതും 2017 മോഡൽ ഗ്ലാമറാണ്. ഇതിന് നമുക്ക് സാധാരണ രീതിയിൽ ലോൺ കിട്ടില്ല. നമുക്ക് ലോൺ ആവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം വണ്ടിയുടെ വില വെറും 33,000 രൂപ മാത്രമേ വരുള്ളൂ. നല്ല വണ്ടി തന്നെയാണ്. 33,000 രൂപ വണ്ടിയുടെ വില. നല്ല ടയറാണ്. നല്ല വണ്ടിയാണ്. നല്ല സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 33,000 രൂപയ്ക്ക് നമുക്ക് ഈ ഗ്ലാമർ കൊടുക്കാൻ പറ്റും. അടുത്ത് 2024 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലാമറാണ്. നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള ഈ ഗ്ലാമർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹീറോയുടെ പാഷനാണ്. പാഷൻ 2021 മോഡലാണ്. വെറും 55,000 രൂപ വരുള്ളൂ. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ പ്ലാറ്റിന 2023 പ്ലാറ്റിനയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 52,000 രൂപയ്ക്ക് കൊടുക്കാം. വീണ്ടും 2023 പ്ലാറ്റിന 3 വണ്ടി ഇരിക്കുന്നുണ്ട്. പ്ലാറ്റിന 2023 വണ്ടികളാണ്. എല്ലാം 52,000 രൂപയാണ് വണ്ടിയുടെ വില. എല്ലാം സെയിം ആണ്. പിന്നെ വരുന്നത് ജിക്സറാണ്. അതൊക്കെ പ്ലാറ്റിനൊക്കെ ആണെങ്കിൽ 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് മതിയാവും. നീറ്റ് വണ്ടികളാണ്. നല്ല സെൽഫൊക്കെ വർക്ക് ചെയ്യാൻ. എല്ലാം നല്ല വണ്ടികളാണ്.
അതേപോലെ തന്നെ 2016 മോഡൽ ജിക്സറാണ്. ജിക്സർ നല്ല ക്ലീൻ വണ്ടി, നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. സീറ്റ് ഞാൻ അപ്പോഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി സീറ്റൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് വെറും 32,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 32,000 രൂപയ്ക്ക് അല്ലേ? 2016 മോഡൽ ജിക്സറിൻ്റെ നേക്കിഡ് വണ്ടിയാണ്. 32,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസറാണ്. 2022 മോഡൽ പൾസറാണ്. നമുക്ക് ഏകദേശം 82,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പൾസർ 150 നല്ല ഫ്രഷ് ലുക്ക് വണ്ടിയില്ലേ? അതേപോലെ തന്നെ ഈ 2019 മോഡൽ വണ്ടി 75,000 രൂപയ്ക്ക് കൊടുക്കാം. 220 നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. 75,000 രൂപയാണ്. നല്ല ബെൽ സർവീസ് നീറ്റ് വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ 2017 വണ്ടിയുണ്ട്. 46,000 രൂപയുടെ വണ്ടിയുണ്ട്. 2017 220 ആണ്. നല്ല കണ്ടീഷൻ. ലോൺ കിട്ടൂലേ? പിന്നെ ലോൺ കിട്ടും. നോക്കാം, ലോൺ കിട്ടും. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. ഇച്ചിരി ഉറപ്പ് നമ്മൾ 2017 മുതലൊക്കെ ലോൺ കിട്ടും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ ഡിലേ വരും. കമ്പനി വേറെ, ഫിനാൻസ് കമ്പനി മാറുന്നുണ്ട്, അതുകൊണ്ടാണ്. 2022 മോഡൽ FZ വെർഷൻ 3 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്ക്, ABS എല്ലാ ഭാഗങ്ങളും ഉള്ള നല്ല ക്ലീൻ വണ്ടി. നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 70,000 രൂപയ്ക്ക് 2021 മോഡൽ വണ്ടി, ക്ലീൻ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി. അതേപോലെ തന്നെ 2020 വണ്ടിയാണ്. 2019-20 വണ്ടിയാണ്. നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വെർഷൻ 3 വണ്ടിയാണ്. 62 രൂപ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊരു 10 രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. അതേപോലെ തന്നെ FC ലോൺ കിട്ടുന്നത് 2014 മോഡൽ വണ്ടിയാണ്. ലോണായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇല്ല കിട്ടില്ല. അപ്പോൾ ഇത് ഈ വണ്ടിയാണെങ്കിൽ വെറും 27,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ 2015 മോഡൽ വണ്ടിയാണ്. ബ്ലൂ കളർ, നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. FC ആണ്. നമുക്കൊരു 35,000 രൂപയ്ക്ക് 2015 മോഡൽ FZ കൊടുക്കാം. ലോൺ കിട്ടില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. അതേപോലെ തന്നെ 2017 മോഡൽ വണ്ടിയുണ്ട്. FC ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 36,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 മോഡൽ മിഡ്ഷിപ്പ് വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്ര നല്ല വണ്ടിയാണ്. അതെ. അതേപോലെ തന്നെ ഇനി ബജാജിൻ്റെ CT 100 ആണ്. CT 110 ആണ്. 2022 വണ്ടിയാണ്. വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇതും 2022 വണ്ടിയാണ്. നമുക്ക് വെറും 50,000 രൂപയ്ക്ക് എടുക്കാം. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്, നീറ്റ് വണ്ടി. അതേപോലെ തന്നെ CT 125 ഇരിപ്പുണ്ട്. 2 അല്ല, 1, 2, 3 വണ്ടി ഇരിപ്പുണ്ട്. ഏകദേശം നമുക്കൊരു 52,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. 52,000 രൂപയ്ക്ക് നമുക്ക് CT 125 കൊടുക്കാൻ പറ്റും. നമുക്കൊരു 10 താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ NSൻ്റെ 200 ഇരിക്കുന്നുണ്ട്. NS 200 2017 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 15 രൂപ 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അതേപോലെ തന്നെ 2021 മോഡൽ NS ഇരിപ്പുണ്ട്. NSൻ്റെ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വില കുറഞ്ഞ വണ്ടി ടിസ്റ്റർ 2011 മോഡൽ ടിസ്റ്ററാണ്. അടുത്ത 2-3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. വണ്ടി എല്ലാ ടെസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നല്ല എഞ്ചിനാണ്, നല്ല സെൽഫോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക സൗണ്ടാണ് വണ്ടി അല്ലേ? നല്ല വണ്ടിയാണ്. വെറും 12,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി 12,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നമുക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റാണ് വരുന്നത്. അത് അടുത്ത 2027 ലാസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഡിസ്കവർ 2012 മോഡൽ വണ്ടിയാണ്. വെറും 15,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഇനി സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ TVSന്റെ ജുപ്പിറ്റർ 2021 മോഡൽ വണ്ടി നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 മോഡൽ വണ്ടി 65,000 രൂപ. 2021 60,000 രൂപ. 2022 വണ്ടി 65,000 രൂപ. ഇതൊക്കെ നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റുന്ന TVSന്റെ ജുപ്പിറ്റർ ആണ്. നല്ല കണ്ടീഷൻ വണ്ടികളാണ്. അതേപോലെ തന്നെ അപ്രില ആണെങ്കിലും 2019 മോഡൽ അപ്രില വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. അതേപോലെ തന്നെ ബർഗ്മാൻ സ്ട്രീറ്റ് 2019 മോഡൽ ബർഗ്മാനാണ്. നമുക്ക് വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. അതേപോലെ തന്നെ 2019 മോഡൽ തന്നെ ബർഗ്മാൻ ഉണ്ട്. 45,000 രൂപയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. DIO ആണ്. 2024 DIO ആണ്. നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷനാണ്. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. 2019 DIO ആണ്. നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. അതൊക്കെ ആണെങ്കിൽ 10 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ 2022 DIO ആണ്. നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. അതേപോലെ തന്നെ 2022 മോഡൽ DIO ആണ്. ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ യമഹയുടെ റേസ് ഹൈബ്രിഡ് വണ്ടിയാണ്.
22 2022 നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഫാസിനോയുണ്ട് 2022 മോഡൽ വണ്ടി 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 10 രൂപ അടച്ചാൽ മതി. പിന്നെ എൻഡോർക്ക് 2022 എൻഡോർക്ക് ഉണ്ട്, വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2023 വണ്ടിയാണ് 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും. 65 രൂപ ലോൺ കിട്ടും. ഇതാണെങ്കിലും 2021 22 മോഡൽ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാം. അതും 10 രൂപ അടച്ചാൽ മതി. 2023 വണ്ടിയുണ്ട്, ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് 2021 75,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. എൻഡോർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 2024 വണ്ടിയുണ്ട് 82,000 രൂപ. അതുപോലെ തന്നെ എൻഡോർക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഇരിക്കുന്നുണ്ട് TVS മാസ്ട്രോ 2018 മോഡൽ വണ്ടിയാണ്. 25,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി, നല്ല ടയർ, നല്ല വണ്ടി. ഇതുകൊണ്ട് അത് വേറെ ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ ഫാസിനോ 2019 വണ്ടിയാണ്, വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000 രൂപയ്ക്ക് നല്ല വണ്ടി അല്ലേ? 2019 വണ്ടിക്ക് ഒരു പ്രത്യേകത, 4ാമത്തെ ഓണർഷിപ്പാണ്. 4ാമത്തെ ഓണർഷിപ്പ് ആയതുകൊണ്ട് 2019 വണ്ടിക്ക് 40,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 2013 മോഡൽ നല്ല ക്ലീൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 22,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 മോഡൽ മാസ്ട്രോ ആണ്. എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റാണ്, വണ്ടി പക്ക കണ്ടീഷനാണ്. സെൽഫും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പക്കയാണ് അല്ലേ? പക്കയാണ്. ഓക്കെ. ഈ വണ്ടിയാണെങ്കിൽ ഡിയോ സെയിൽ ആയ വണ്ടിയാണ്, അതിനെ കുറിച്ച് ഇപ്പോൾ പറയണ്ട. പിന്നെ നമുക്ക് നിങ്ങൾ എടുക്കുന്ന വണ്ടികൾ എന്തെങ്കിലും വണ്ടി ഓടിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പ് സൗകര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാക്കി ഓയിൽ ചേഞ്ച് ചെയ്ത് അതിന്റെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റും. നമുക്ക് വണ്ടി നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഇപ്പം അതിന്റെ ഡീറ്റെയിൽസും കൂടി തരാം. 2024 മോഡൽ ജിക്സറാണ്, വെറും 90,000 രൂപയ്ക്ക് തരാം. വെറും 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജിക്സർ സ്വന്തം വണ്ടി 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 8,000 ആണ്, ജെന്യുവിനാണ്. അതേപോലെ തന്നെ 2022 ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം ലുക്ക്. അതേപോലെ തന്നെ ജാവ 2020 മോഡൽ ജാവയാണ്, നമുക്ക് വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ ബുള്ളറ്റ് 2018 മോഡൽ ബുള്ളറ്റ് ആണ്, നമുക്ക് 2017 മോഡൽ 18 രജിസ്ട്രേഷനിലുള്ള ബുള്ളറ്റ് ആണ്. നല്ല കണ്ടീഷൻ വണ്ടി, നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ RS200 2017 മോഡൽ RS200 ആണ്. വണ്ടിയുടെ വില വരുന്നത് ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. ലോൺ എത്ര കിട്ടും? നമുക്ക് ലോൺ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് കിട്ടും, ഒരു 20 രൂപ അടച്ചു ലോൺ കിട്ടും. അതേപോലെ തന്നെ ഡൊമിനാർ 2018 മോഡൽ ഡൊമിനാർ ABS ഉള്ള വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വെറും 88,000 രൂപയ്ക്ക് ഡൊമിനാർ 400 കൊടുക്കാം. നമുക്കിപ്പോൾ 20 രൂപ അടച്ചു ലോൺ എടുക്കാം. അതേപോലെ തന്നെ 2023 ഹണ്ടർ ആണ്, അലോയിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന ഹണ്ടർ ആണ്, നമുക്ക് 1,55,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ജിക്സർ 2022 ജിക്സറാണ്, SF ആണ്, കിറ്റുള്ള വണ്ടിയാണ്, നമുക്ക് വെറും 80,000 രൂപയ്ക്ക് 2022 ജിക്സർ SF കൊടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഒരു 15 രൂപ അടച്ചാൽ മതി. ഇപ്രാവശ്യം ബുള്ളറ്റിന്റെ സ്റ്റോക്കുകൾ കുറവാണ്. ബുള്ളറ്റിന്റെ സ്റ്റോക്ക് ഇപ്പോൾ കുറവാണ്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച കുറേ വണ്ടികൾ വരാനുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കിന്റെ വീൽ ചെയർ പോയോ? ഇലക്ട്രിക്കിന്റെ വീൽ ചെയർ പോയി. ഈ R15 V3 സെയിൽ ആയതാണ്. വേറെ വണ്ടിയുണ്ട്, വേറെ വില കുറഞ്ഞ വണ്ടിയുണ്ട്, കാണിച്ചു തരാം. ഓക്കെ. അവഞ്ചറാണ്. അവഞ്ചർ 2012 മോഡൽ ഫുൾ വർക്ക് കഴിഞ്ഞാണ്, പുതുപുത്തൻ വണ്ടി. 2022 മോഡൽ വണ്ടിക്ക് 2012 മോഡലാണ്. 2027 ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പേപ്പർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല ക്ലീൻ വണ്ടി. നമുക്ക് വെറും 27,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 27 രൂപ ഉള്ളൂ. 27,000 രൂപയ്ക്ക് അവഞ്ചറിന്റെ 220 കൊടുക്കാൻ പറ്റും. വെറും 27,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ MT ആണെങ്കിലും 2021 മോഡലാണ്, നമുക്ക് ഏകദേശം 1,05,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഏകദേശം ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ MT എടുക്കാൻ പറ്റും. നല്ല ക്ലീൻ വണ്ടി, ബ്ലാക്ക് വണ്ടി. അത് ഇതാണെങ്കിൽ 2022 വണ്ടിയാണ്, ഏകദേശം 1,25,000 കൊടുക്കാൻ പറ്റുന്ന MT ആണ്. അതേപോലെ തന്നെ നല്ല ഷോറൂം കണ്ടീഷനായിട്ടുള്ള ഒരു R15 V2 ആണ്, നല്ല വണ്ടിയാണ്. വീഡിയോ ഒന്നും എല്ലാവരും കാണിച്ചു കൊടുത്തത്. നല്ല ക്ലീൻ വണ്ടി, പക്ക വണ്ടിയാണ്, നല്ല സ്റ്റൈലിഷ് വണ്ടിയാണ്. വെറും 38,000 രൂപയ്ക്ക് എബിയുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് കൊടുക്കാം. 38,000 രൂപയ്ക്ക് ഇത്രയും പക്ക വണ്ടി. 2014 മോഡൽ വണ്ടി, 2029 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ വെറും 38,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടി നീറ്റ് വണ്ടിയാണ്. എഞ്ചിനും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ കയറിയിരുന്നോ?
ഇതാണ് നമ്മുടെ സ്പോർട്ട് ഫിനാൻസിന്റെ ഏരിയ അല്ലേ? അതെ, ഫിനാൻസ് നമുക്ക് ഫിനാൻസ് സ്പോർട്ട് ചെയ്യാനായിട്ട് ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ ഉണ്ട്. സിവിൽ സ്കോർ കുറഞ്ഞവർക്ക് ചെയ്യാനായിട്ട് തൊട്ടപ്പുറത്ത് അനു അവിടെ ഉണ്ട്. എല്ലാവരും നമുക്ക് ഫിനാൻസും കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പം നിങ്ങൾ വരിക, നിങ്ങൾക്ക് വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം. എന്താണെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ലോൺ റെഡിയാക്കാം. എന്തെങ്കിലും കാരണവശാൽ താമസമുള്ളവർ സിവിൽ സ്കോർ കുറവുള്ളവരാണെങ്കിൽ 2-3 ദിവസം ഡിലേ വരാം. അപ്പോൾ അത് നമ്മുടെ ഇത് സ്കോറിനനുസരിച്ചിരിക്കും ബാധിച്ചിരിക്കും. സിവിൽ സ്കോർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ കുറവാണെങ്കിൽ നമുക്ക് 1-2 നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ്, മെട്രോയുടെ ചോട്ടിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. എറണാകുളത്താണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ വരുന്നവർക്ക് ചിലപ്പോൾ ഈ റോഡിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഇതിന്റെ ജസ്റ്റ് ഇപ്പുറത്ത് കൂടെ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണാൻ പറ്റും അല്ലേ? ബൈക്ക് പണ്ട് വലിയ ബോർഡുണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വരിക. നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു പെശകോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക. എല്ലാവർക്കും വളരെയധികം നന്ദി.